നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് മോർപ്പള്ളിക്കുടിയിൽ കറുമ്പൻ മകൻ MK ചെറിയാൻ. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സരോജിനിയും ഒന്നിച്ച് കോലഞ്ചേരി കിങ്ങിണിമറ്റം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ NV കൃഷ്ണൻകുട്ടി, പൂത്തൃക ഗ്രാമപഞ്ചായത്തിലെ കിങ്ങിണിമറ്റം വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡിൽപ്പെട്ട മോർപ്പള്ളിക്കുടിയിൽ ചെറിയാൻ വൃക്കരോഗത്തെ തുടർന്ന് ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണുള്ളൂ. 2 പേരും പ്രായം ചെന്നവരാണ്. മറ്റ് സഹായങ്ങളൊന്നുമില്ലാത്ത കുടുംബമാണ്. ഒരു മകനുണ്ടായിരുന്നത് 10 വർഷം മുമ്പ് ചെന്നൈയിൽ വെച്ച് അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ഒരു മകളെ വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയ്ക്ക് ഉള്ള സഹായം മറ്റ് പലരുടെയും സഹായത്തോടുകൂടിയാണ് ഈ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിർധന കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ് അവരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അവരുടെ തുടർ ചികിത്സ മറ്റ് സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് ഉള്ള സഹായങ്ങൾ എല്ലാ സുമനസ്സുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ മകൻ 29-ാം വയസ്സിലുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മകൻ വിവാഹിതനായിരുന്നു, എങ്കിലും മക്കളില്ലായിരുന്നു. മകൻ്റെ ഭാര്യ പിന്നീട് വേറെ വിവാഹം കഴിച്ചു പോയി. മകളെ വിവാഹം കഴിച്ചയച്ചതുകൊണ്ട് ഇപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും മാത്രമായി ഇവിടെ കഴിയുന്നു. എൻ്റെ പേര് സരോജിനി എന്നാണ്. എൻ്റെ ഭർത്താവ് കിഡ്നിക്ക് അസുഖമായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പല ആശുപത്രിയിലും പോയി അവസാനം മെഡിക്കലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. എന്നാലാണ് പറഞ്ഞ് കിഡ്നിക്ക് ഒരു കിഡ്നി പ്രവർത്തിക്കുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ചികിത്സിച്ചു. പിന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു, ഞരമ്പ് കട്ട് ചെയ്യാനായിട്ട്. അതിലും ശരിയായില്ല. വീണ്ടും അവർ ഞരമ്പ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് 1 വർഷം അവിടുത്തെ ഡയാലിസിസ് ചെയ്തു കഴിഞ്ഞിട്ട് അവിടെ കണ്ടമാനം പൈസ എന്നെ കൊണ്ട് വഹിക്കാൻ പറ്റില്ലാതെയായി. പിന്നെ എനിക്ക് കുറേ ആൾക്കാർ സഹായം ചെയ്തു. അവിടെ നിന്ന് പോകുന്ന ഞാൻ പിന്നെ കൂലിപ്പണിയൊക്കെ എടുത്ത് ഞാൻ ഇതിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു മകനുള്ളത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഒരു മോളാണ്, അതിനെ കെട്ടിച്ച് വിട്ടു. പിന്നെ ഞാനാണ് ഇതിനെങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കണം. ഇങ്ങനെ കൂലിപ്പണി എടുത്ത് എനിക്കിത് വഹിക്കാൻ സാധിക്കില്ലാതെയായി. അന്നേരം ഞാനിങ്ങനെ പല സ്ഥലത്തും ആശ്രയിച്ചു. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോ സഹായം തേടി ഇങ്ങനെ ചെന്നു. അങ്ങനെയാണ് ഇതിൽ വന്ന് ഞങ്ങൾ ഒപ്പെട്ടത്. എൻ്റെ മോൻ ഗവൺമെൻറ് ജോലിക്കാരനാണ്. അവൻ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു. പിന്നെ എനിക്കൊരു കഴിവില്ലാതെ വന്നു. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ പലരോടും സഹായം തേടി നടന്നു. പലരുടെ നേരെ ഞാൻ കൈ നീട്ടി. എൻ്റെ 2 മുട്ടിനും മുട്ട് തേമാനായിട്ട് എന്നാലും ഞാൻ പയ്യെ ഇറങ്ങിപ്പോയി ഇതിനെ ചികിത്സിക്കണമെന്നോർത്ത് നടന്നു. എനിക്കിനി സാധിക്കില്ലാതെ വരെ അതിൻ്റെ കാര്യം ഓർത്ത്.
ഡോക്ടർ എന്നോട് പറഞ്ഞത് മുട്ട ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അതിനൊന്നും എനിക്ക് കഴിവില്ല. എങ്ങനെയെങ്കിലും എഴിഞ്ഞ് നടക്കണവരെ ഇതിനെ ചികിത്സിക്കണമെന്ന് ഓർത്ത് നടക്കുക. ഇദ്ദേഹത്തിനുണ്ടായ പലവിധ അസ്വസ്ഥതകളെ തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ വച്ച് ഇദ്ദേഹത്തിന് വൃക്കരോഗമാണെന്ന് നിർണയിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ 8 വർഷമായി ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ശസ്ത്രക്രിയ സാധ്യമല്ലാത്ത സ്ഥിതിയായതിനാൽ ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്തു വേണം മുന്നോട്ട് പോകുവാൻ. എൻ്റെ ഭർത്താവിന് കൂലിപ്പണിയായിരുന്നു. കൂലിപ്പണി, പിന്നെ അത് കഴിഞ്ഞ് കൃഷിപ്പണിക്ക് ഇറങ്ങി. ഇതൊക്കെ കഴിഞ്ഞാണ് എൻ്റെ മോനിങ്ങനെ നഷ്ടപ്പെട്ടു പോയത്. അതോടുകൂടി എൻ്റെ ഭർത്താവിന് രോഗം വന്നുകൂടി. അവസാനം എൻ്റെ ഭർത്താവ് മരിക്കാൻ പോലും തയ്യാറായി. ആൾക്കാർ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാണ്. അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ കൂടെ എൻ്റെ ഭർത്താവും പോയി എന്നെ. അതോടുകൂടി എൻ്റെ ഭർത്താവിനൊരു വിഷമം വന്ന് അങ്ങനെയാണ് എൻ്റെ ഭർത്താവിന് അസുഖമായിട്ട് പിരിഞ്ഞത്. എനിക്കൊരു മകളുണ്ടായിരുന്നു, അതിനെ കെട്ടിച്ചു വിട്ടു. എൻ്റെ മോൻ പോയപ്പോൾ എന്നോട് പറഞ്ഞേച്ച് പോയി, കൂലിപ്പണിക്ക് പോകരുത് അമ്മച്ചയ്ക്ക് ഞാനുണ്ടെന്നും പറഞ്ഞേച്ച് പോയതാ. ഡിസംബർ മാസം 2016 ഡിസംബർ 1-ാം തീയതി അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് യാത്രയായി. അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ചികിത്സിച്ച് ഈ നില വരെ ആക്കി. ഇനി എനിക്ക് സാധിക്കില്ല. അത് എനിക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടിയെങ്കിൽ ചികിത്സിക്കാം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സരോജിനി കൂലിപ്പണി ചെയ്താണ് കുടുംബ ചിലവുകൾ കഴിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്ഥിരമായ പണിയുടെ അഭാവവും ഭർത്താവിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടുള്ളതുകൊണ്ടും കൃത്യമായി അതിന് കഴിയുന്നില്ല. ഇവരുടെ മകന് ഗവൺമെൻറ് ജോലിയായിരുന്നു. ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ടു നീങ്ങിയ സമയം. വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും മകൻ നിറവേറ്റിയിരുന്നു. ആ മകൻ്റെ അകാല വിയോഗം ഇവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു. ആകെ തകർന്നുപോയ ഒരവസ്ഥ. എൻ്റെ പേര് ചെറിയാൻ. എനിക്കിങ്ങനെ കൂലിപ്പണിയാണ്. കൂലിപ്പണിയെടുത്ത് അതിനാണ് പറ്റില്ലാണ്ടായി കഴിയുമ്പോൾ ഈ കാലിന് ഒരു വിഷമം തുടങ്ങി. ഈ കാലിൻ്റെ മുട്ടിന് വേദന, ഇടത്തെ കാലിൻ്റെ മുട്ടിന് വേദന തുടങ്ങിയിട്ട് എനിക്ക് നടക്കാൻ പറ്റാതെയായി. കുറേ നാളിങ്ങനെ കോറിയിൽ കരിങ്കല്ലിനോടെ പോയി പണിതു. 5-10 വർഷം പണിതു കഴിഞ്ഞപ്പോഴും ആ വേദന കൊണ്ട് ഞാനിങ്ങനെ കുടുംബം പോറ്റിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ 2 പേരും മോൻ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുടുംബമൊക്കെ പോറ്റി മോൻ ഒരു പെരയൊക്കെ ഉണ്ടാക്കി. ആ പെര മോനെ 29 വയസ്സിൻ്റെ ഇടയ്ക്ക് മോനായി ഈ പെരയൊക്കെ ഇങ്ങനെ ശരിയാക്കിയത്. അമ്മയും മോനുങ്ങളൊക്കെ കൂടി എനിക്ക് കഴിവില്ലാണ്ടായിപ്പോയി. പിന്നെ മുട്ടുവേദനയായിട്ട് തുടങ്ങി. മുട്ടിന് നീര് കയറി നടക്കാൻ പറ്റാതെ ഇവിടെ ഇങ്ങനെ ഈ അമ്പലമോള് പഴങ്ങനാടെന്ന് പറഞ്ഞൊരു ആശുപത്രിയുണ്ട്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി കംപ്ലൈൻ്റാണ്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി അത് ശരിയാക്കാൻ ഡോക്ടറെ കാണാൻ പറഞ്ഞു. അവിടെ പോയില്ല. അതിനു മുമ്പ് ഞങ്ങൾ കളമശ്ശേരിക്ക് പോയി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴും അവർ പറഞ്ഞിങ്ങനെ കിഡ്നി കംപ്ലൈൻ്റാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അവരവിടെ ഇതെല്ലാം ചെയ്ത് കിഡ്നിയുടെ ഈ ഡയാലിസിസ് ഇതിൻ്റെ ഈ ചെക്കപ്പെല്ലാം ചെയ്തിട്ട് പിന്നെ അന്ന് ഞങ്ങൾ മെഡിക്കലിൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മെഡിക്കലിൽ ചെന്ന ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്, അത് കിഷോർ എന്ന് പറഞ്ഞു. ആ ഡോക്ടറാണ് ഞങ്ങളെ അയാൾ പറഞ്ഞിങ്ങനെ നിങ്ങൾ ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഡയാലിസിസ് ചെയ്യണതിന് ഈ കഴുത്തിൽ
ആദ്യം 2 സ്ഥലത്ത് ഇട്ടു. ഒരു സ്ഥലത്തിട്ട് അത് ബ്ലോക്കായി പോയി കുറേ കഴിഞ്ഞപ്പോൾ. വീണ്ടും അത് ഈ കഴുത്തിലേക്ക് ഇവിടെ മാറ്റി കഴിഞ്ഞ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഈ കയ്യിൽ ഇട്ടത്, വിക്സിലിട്ടത്. അത് ഇതിലെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് എടുത്ത് കളഞ്ഞു. ഇത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതും കട്ടായിപ്പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കയറ്റിയിട്ട് കഴിഞ്ഞപ്പോഴും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതും പോയി. അതിന് പിന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ഇട്ടതാണ്. ഇനിയിപ്പോൾ അത് എന്നാണെന്ന് അറിയാൻ പറ്റില്ല. നല്ല പൈസയാവും ഇത് മാറ്റിയിരുന്നതിന്. 55 രൂപയായി ഈ 2 സ്ഥലത്ത് മാറ്റിയിട്ട്. അതിന് കഴുത്തൽ പിന്നെ 10,000 രൂപയാണ് കഴുത്തലപ്പുറത്ത് മാറ്റിയതിന്. അങ്ങനെയൊക്കെ ചെയ്ത് കുറേ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ കാലും കൊണ്ട് നടക്കാൻ പറ്റാതെയായി. കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയും താഴ്ച ഇതൊക്കെയാണ്. പിന്നെ അവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ച് പോകണം, ആശുപത്രി പോകണം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സാഹചര്യം. പിന്നെ മോനുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇത്രയും ഞങ്ങൾക്കൊരു ഇതില്ലായിരുന്നു. മോനുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. മോൻ പോയില്ലേ. മോൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ സാമ്പത്തിക ആകെ ബുദ്ധിമുട്ടായി. പേരെയാണെങ്കിലും ഒരൊറ്റമൂലം ഇടിഞ്ഞു തുടങ്ങി. അപ്പുറമൊക്കെ ജനലൊക്കെ ചാടി തുടങ്ങി. അത് മോനോട് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്തു തന്നുണ്ട്. എൻ്റെ ചികിത്സ അല്ലായിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ ശരിയാക്കാറുണ്ട്. എൻ്റെ വൈഫ് ശരിയാക്കാറുണ്ട്. എനിക്ക് പൈസ ചികിത്സ വന്നു കഴിഞ്ഞപ്പോൾ 2 ആഴ്ചയിൽ 2 ദിവസം വെച്ച് പോകണ്ടേ, അതിന് പൈസ വേണ്ടേ. അത് കാരണമാണ് ഇപ്പോൾ അതൊന്നും നോക്കാതിരിക്കണം. എന്നെ നോക്കിയിട്ട് വേണ്ട മറ്റേ ജനലൊക്കെ പണിയാണെങ്കിൽ അതൊന്നും വേണ്ടെന്ന് വെച്ചു. പിന്നെ അപ്പോൾ ഞങ്ങൾ ജീവിച്ച് പോകണമെന്ന് മാത്രമല്ല, ഇത് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഭാര്യയായി കൂലിപ്പണിക്ക് പോകണ കാരണമാണ് എന്നെ ആഴ്ചയിൽ 2 ദിവസം വെച്ച് കൊണ്ടാണ്. കൂലിപ്പണിക്കാണെങ്കിലും ഭാര്യ ഞങ്ങൾ വയ്യാതെയായി. അത് കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ആശുപത്രിയിൽ ഭോജനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഞങ്ങളുടെ കഴിവില്ലാണ്ടായി. ആശുപത്രിയിൽ പോകുമ്പോൾ പിന്നെ കൂലിപ്പണിക്ക് പോകാൻ പറ്റുമല്ലോ. ഇത് കാണുന്ന പ്രേക്ഷകരെ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന തോന്നൽ ഇവരെ മാനസികമായി വളരെ തളർത്തി. എന്നാലും ജീവിതം മുന്നോട്ട് പോകണമല്ലോ. സുമനസ്സുകളുടെ സഹായം, വാർഡ് മെമ്പറുടെ സഹകരണം, അങ്ങനെയൊക്കെയാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സരോജിനിക്കും ശാരീരികമായ അസ്വസ്ഥതകളായപ്പോൾ ആകെ വിഷമസന്ധിയിലാണ്. അങ്ങനെയാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ച് അപേക്ഷ തന്നത്. എൻ്റെ പേര് അമിത എന്നാണ്. എൻ്റെ അച്ഛനാണിത്. സുഖമില്ലാതെ 2013 തൊട്ട് ഞങ്ങൾ ചികിത്സ തുടങ്ങിയതാണ്. ഞാനും എൻ്റെ ആങ്ങളെയും കൂടിയാണ് അച്ഛനെ ആദ്യം ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ 2015 ആയപ്പോഴത്തേക്കും അച്ഛന് തീരെ വയ്യാതെയായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ ക്രിയാറ്റിനൊക്കെ കൂടുവാണെങ്കിൽ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. 2016 ആയപ്പോൾ ആങ്ങളെ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ ആങ്ങളയുടെ ഇതൊക്കെ കാരണം അച്ഛനും അമ്മയ്ക്കും തീരെ മനസ്സിനാണെങ്കിലും സുഖമില്ലാതെയൊക്കെയായി. പിന്നെ അമ്മയ്ക്കും അച്ഛനും അമ്മ കുറേ നാൾ ജോലിക്കൊന്നും പോകില്ലായിരുന്നു. അമ്മയ്ക്ക് മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ വീണ്ടും ഡോക്ടർ ചികിത്സ വീണ്ടും തുടങ്ങി. ഞാനും എൻ്റെ കെട്ടിയവനും കൂടിയാണ് ചികിത്സയ്ക്ക് ആദ്യം ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോയായിരുന്നു. പിന്നെ 2018 ആയപ്പോഴത്തേക്കും ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ക്രിയാറ്റിനൊക്കെ ഒത്തിരി കൂടി അച്ഛന് നടക്കാൻ വയ്യാതെ വീൽ ചെയറിലൊക്കെയാണ് ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോയത്. പിന്നെ ഡയാലിസിസൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെയാണ് അച്ഛൻ നടന്നു തുടങ്ങിയത്. ആദ്യം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒത്തിരി കാശൊക്കെ ആയി തുടങ്ങി. പിന്നെയാണ് പിന്നെ അല്ലപ്പറ കൊയിനോനിയ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഡയാലിസിസ് ചെയ്തു തുടങ്ങിയത്. ഇപ്പം അവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 7 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നത്. പിന്നെ അച്ഛന് ഇപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കൊരു കൊച്ചുള്ളതാണെങ്കിലും കൊച്ചിന് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കൊച്ചിൻ്റെ ചികിത്സയും അച്ഛൻ്റെ ചികിത്സയും എല്ലാം കൂടെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലായി.
അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ഓരോ ചികിത്സയിലാണ്. കൊച്ചിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ ചികിത്സയിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന് ഒരാഴ്ച ഡയാലിസിസ് ചെയ്യുന്നതിന് 3000 രൂപ അടുത്ത് വരും. പിന്നെ വണ്ടിക്കാശ്, ഓട്ടോ കാശ്, അങ്ങനെ ചിലവുകളൊക്കെ ആകുമ്പോൾ ഒത്തിരി രൂപ ഒരാഴ്ച തന്നെ ആവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്യുന്നത്. ചില സമയങ്ങളിലൊക്കെ വയ്യാതെയൊക്കെ ആവുന്ന സമയത്ത് 3 ഡയാലിസിസൊക്കെ ചെയ്യാൻ പറയുന്ന ദിവസങ്ങളുമുണ്ട്. ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിലായി. ഡയാലിസിസ് 3 വരുമ്പോൾ ഒത്തിരി കാശാവുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ എൻ്റെ അച്ഛൻ്റെ തുടർ ചികിത്സയ്ക്കുള്ള ആവശ്യങ്ങൾക്കായി നിങ്ങളെ കഴിയുന്ന സഹായം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ സുമനസ്സുകളുടെ നിർലോഭമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ശമരിയൻ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് ദൈവത്തിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് കരുതി വിഷമിക്കുന്ന ഈ കുടുംബത്തിന് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായ സഹകരണങ്ങൾ നൽകി നിങ്ങളുടെ സ്നേഹവും കരുണയും ഇവരുമായി പങ്കുവയ്ക്കണം എന്ന അപേക്ഷയോടെ ദൈവനാമത്തിൽ സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ വർഷങ്ങളായിട്ട് രോഗികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ചികിത്സാ സഹായം നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുവാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു കിരൺ കുമാർ. അദ്ദേഹത്തിൻ്റെ വീട് കാസർഗോഡ് ഭൂവിക്കാനം എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീവിദ്യയാണ് ഇപ്പോൾ എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത്. നമ്മളിവിടെ നിന്ന് നമ്മുടെ ക്രൂ ഒക്കെ പോയി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എടുത്തു. എങ്കിലും നിർഭാഗ്യവശാൽ നമുക്കത് പ്രക്ഷേപണം ചെയ്യാനായിട്ട് സാധിക്കാതെ പോയി. പ്രക്ഷേപണം ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹം 47 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. അദ്ദേഹത്തിന് 3 വർഷമായിട്ട് കിഡ്നി സംബന്ധമായ രോഗത്താൽ ചികിത്സയായിരുന്നു. ഡയാലിസിസും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് കൂടിയായിട്ട് അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത്. ഇവർ വളരെ നിർധന കുടുംബമാണ്. അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 2 ചെറിയ കുട്ടികളാണ് അവർക്കുള്ളത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഗുഡ്നസ് ടിവി അവരെക്കുറിച്ച് അറിയുവാനും അത് ഗുഡ്നസ് ടിവിയിലൂടെ പ്രക്ഷേപണം ചെയ്യുവാനുമൊക്കെ ആയിട്ട് തയ്യാറായത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കത് പ്രക്ഷേപണം ചെയ്യാനായിട്ട് സാധിക്കാതെ പോയി. കുടുംബം നമ്മൾ പറഞ്ഞതുപോലെ വളരെ നിർധന കുടുംബമാണ്. അവർക്ക് ജീവിക്കാനായിട്ട് മറ്റു മാർഗങ്ങളില്ല. അതുപോലെ തന്നെ ഈ കിരൺകുമാറിൻ്റെ ചികിത്സാ സംബന്ധമായിട്ട് ഒത്തിരി ബാധ്യതകളും അവർക്ക് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഗുഡ്നസ് ടിവിയുടെ സ്വന്തമായിട്ടുള്ള ഫണ്ടിൽ നിന്നും ഒരു 50,000 രൂപ അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറായി. അങ്ങനെയാണ് അത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആ തുക ഇപ്പോൾ ഞാൻ ശ്രീവിദ്യ എന്ന ഈ സഹോദരിക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഗുഡ്നസ് ടിവിയിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിക്കാണ് ഇപ്പോഴും നമ്മൾ സംഭാവന കൊടുത്തത്. അത് നമുക്ക് അദ്ദേഹത്തിന് ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തതിലുള്ള വേദനയും ദുഃഖവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. തീർച്ചയായിട്ടും
അത് പ്രക്ഷേപണം ചെയ്യാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉദാരമായിട്ട് സഹായിക്കുകയും ഇതിലും വലിയ ഒരു തുക നമുക്ക് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യത്യസ്തമാണല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയും തീരുകയും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പാടുള്ളതല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഗുഡ്നസ് ടിവിയുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ സഹോദരനെയും കുടുംബത്തെയും നമുക്കിനിയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനിയുള്ള അവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലും നല്ലവരായ മനുഷ്യരുടെ സഹായവുമൊക്കെ അവർക്ക് ഇനിയും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എല്ലാവരും എനിക്ക് സഹായിച്ചതിന് ഒരുപാട് നന്ദി. അച്ഛനെ എല്ലാവർക്കും പൈസ സഹായം ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.